Hello dear code learners, welcome to my YouTube channel Code Learner. ലാസ്റ്റ് രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ ജാവയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു 5 എക്സാമ്പിൾ പ്രോഗ്രാംസും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടിയും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിൻ്റെ ഫണ്ടമെൻറ്റൽസ്, എങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ഒരു ക്ലാസ് എന്നുള്ളതും, അതുപോലെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, അതുപോലെ ഒബ്ജക്റ്റ് റെഫറൻസ് എന്താണെന്നുള്ളത്, അതായത് ഒരു ക്ലാസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു ഒബ്ജക്റ്റിലോട്ട് എങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റിലോട്ട് എങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്നുള്ളത്, റെഫറൻസ് വേരിയബിളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്, അതുപോലെ ഒരു ക്ലാസും ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡെഫിനേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ്. അതുപോലെ തന്നെ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് മെത്തേഡ്. അപ്പോൾ ഒരു മെത്തേഡ് ഒരു പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യും, അതെങ്ങനെ കോൾ ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് എക്സാമ്പിളും ചെയ്ത് നോക്കും. എങ്ങനെ ഒരു ജാവ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു മെത്തേഡ് കോൾ ചെയ്യാം, അതിനൊരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ക്ലാസ് ഫണ്ടമെൻറ്റൽസ്. ദ ക്ലാസ് ഈസ് ദി കോർ ഓഫ് ജാവ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് ഒരു ക്ലാസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ആ ക്ലാസ്സിനുള്ളിലാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ പോലും എഴുതുക. പ്രോഗ്രാമിൻ്റെ എൻറ്റയർ ലോജിക്ക് ആ ക്ലാസ്സിനുള്ളിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ ക്ലാസ് എന്നുള്ളത് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ്. ക്ലാസ് ഫോംസ് ദി ബേസിസ് ഫോർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ. ഇനി ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്. നിങ്ങൾക്കറിയാം ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൗൾഡ് അല്ലെങ്കിൽ അച്ച്. അതായത് ഒരു ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എത്ര ഒബ്ജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും ആ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാൻ കാരണം. സോ എ ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാർ എന്നുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാർ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എ ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സോ ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരേ ടൈപ്പായിട്ടുള്ള ആട്രിബ്യൂട്ടും ബിഹേവിയറും വരുന്ന ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ് ഒരു ക്ലാസ്. ഫോർ എക്സാമ്പിൾ, കാർ എന്നുള്ളൊരു ക്ലാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒബ്ജക്റ്റുകൾക്കെല്ലാം കോമൺ ആയിട്ട് ചില ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ കാറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കാറിൻ്റെ കളറ്, നമ്പർ ഓഫ് ടയേഴ്സ്, ഓണർ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, ക്യൂബിക് കപ്പാസിറ്റി, ഇതൊക്കെ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതൊക്കെ ആ കാർ ഒബ്ജക്റ്റുകൾക്കെല്ലാം കോമൺ ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്കെല്ലാം ഒരേ ആട്രിബ്യൂട്ടും ബിഹേവിയറും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ആണ് ഉള്ളത്. ഓരോ സ്റ്റുഡൻറ്റിനും എന്തുണ്ട്, ഒരു നമ്പർ ഉണ്ട്, അതുപോലെ പേരുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റുഡൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് നമ്പർ ഉണ്ട്, പേരുണ്ട്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് 2 ആട്രിബ്യൂട്ടാണുള്ളത്, നമ്പർ ആൻഡ് എ നെയിം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത് നമുക്ക് കാർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. സോ ദിസ് ഈസ് ആൻ ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയഗ്രാം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് മോഡൽ ഉണ്ട്, കളർ ഉണ്ട്, പ്രൈസ് ഉണ്ട്. എപ്പോഴും ഒബ്ജക്റ്റിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റിന് ആട്രിബ്യൂട്ട്സും ബിഹേവിയറുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ടായിട്ട് മോഡൽ, കളറ്, പ്രൈസ്, അതുപോലെ ബിഹേവിയർ ആയിട്ട് അല്ലെങ്കിൽ കാറ് പെർഫോം ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്തൊക്കെയാണുള്ളത്, സ്റ്റാർട്ട്, ബ്രേക്ക്, റിവേഴ്സ്, സ്റ്റോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് കാറിൻ്റെ ബിഹേവിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഒബ്ജക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 ഒബ്ജക്റ്റുകൾക്കും എന്തുണ്ടായിരിക്കും, മോഡൽ ഉണ്ടായിരിക്കും, കളർ ഉണ്ടായിരിക്കും, പ്രൈസ് ഉണ്ടായിരിക്കും. അതുപോലെ ഈ കാറിന് സ്റ്റാർട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, ബ്രേക്ക് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, റിവേഴ്സ്, സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഈ 2 കാറിനും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം അതുപോലെ ബിഹേവിയർ എല്ലാം ഉണ്ടായിരിക്കും. ഇനി ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞൊരു ഡയഗ്രാം ഉണ്ട്. അത് UML-നകത്ത് വരുന്ന യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഡയഗ്രാമാണ് ക്ലാസ് ഡയഗ്രാം. അപ്പോൾ ക്ലാസ് ഡയഗ്രത്തിൽ ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യൽ ഇതുപോലെയാണ്. അതായത് ഒരു റെക്ടാങ്കിൾ, അതിനകത്ത് 3 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ക്ലാസ് നെയിമാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കാർ എന്നുള്ള ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ
നിങ്ങൾക്ക് ആ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസാണ് പറഞ്ഞു കൊടുക്കുക. ആ കാറിന് മേക്ക് ഉണ്ടായിരിക്കും, കാർ ഏത് മേക്കാണെന്നുള്ളത്, ഏത് മോഡലാണെന്നുള്ളത്, അതുപോലെ ഇയർ ഓഫ് മാനുഫാക്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലും കൂടുതൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കാറിൻ്റെ ഫംഗ്ഷനാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയിട്ട് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഡ്രൈവ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ മെത്തേഡായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെയും ഫ്രണ്ടിൽ വിസിബിലിറ്റി നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് പ്രൈവറ്റ് ആട്രിബ്യൂട്ടാണ്, അതുപോലെ പ്ലസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പബ്ലിക് ആട്രിബ്യൂട്ട് ആയിട്ടാണ്. ഇങ്ങനെ ചില റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാം. എ ക്ലാസ് ഈസ് ഡിക്ലെയർഡ് യൂസിങ് ദ കീവേഡ് ക്ലാസ്. ഞങ്ങൾ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യൽ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ മുമ്പൊരു എക്സാമ്പിൾ കണ്ടതാണ്. ദ ഡാറ്റ ഓർ വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ക്ലാസ് ആർ കോൾഡ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ മോഡൽ, മേക്ക്, ഇയർ ഓഫ് മാനുഫാക്ചർ, ഇതൊക്കെ അതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം പ്രോഗ്രാമിനകത്ത് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. So because each instance of the class, that is each object of the class contains its own copy of these variables. ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെതായ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ഒബ്ജക്റ്റിനും സെയിം ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടായിരിക്കും. സോ ദ ഡാറ്റ ഫോർ ഈച്ച് ഒബ്ജക്റ്റ് ഈസ് സെപ്പറേറ്റ് ആൻഡ് യുണീക്ക്. അതായത് കാർ 1 എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ നെയിം ആയിരിക്കില്ല കാർ 2 എന്നുള്ള ഒബ്ജക്റ്റിന്, പക്ഷെ വേരിയബിൾ നെയിം രണ്ടിലും ഉണ്ടായിരിക്കും. സോ ഫങ്ഷൻസ് ഇൻസൈഡ് ക്ലാസ് ആർ കോൾഡ് മെത്തേഡ്സ്. സാധാരണ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെ ഇവിടെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ അത് ഇവിടെ പറയുന്ന പേര് മെത്തേഡ് എന്നാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണ് മെത്തേഡ്. ദ മെത്തേഡ്സ് ആൻഡ് വേരിയബിൾസ് ഡിഫൈൻസ് വിത്തിൻ എ ക്ലാസ് ആർ കോൾഡ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലാസ്. ഇനി ഒരു പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനകത്ത് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ ഒരു ക്ലാസ് നെയിമും എടുക്കും. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ക്ലാസ് നെയിം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് നെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫസ്റ്റ് വേർഡ് കഴിഞ്ഞ് വരുന്ന കൺസിക്യൂട്ടീവ് വേർഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഇത് ബൈ കൺവെൻഷൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ പ്രോഗ്രാമും വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലാസ് നെയിം, ഇവിടെ ക്ലാസ് നെയിം തന്നെയാണ്. ക്ലാസ് എന്നുള്ളത് ഒരു കീവേഡാണ്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ഇതിനുള്ളിലാണ് നിങ്ങൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എല്ലാം ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഇൻസ്റ്റൻസ് വേരിയബിൾ 1, ഇൻസ്റ്റൻസ് വേരിയബിൾ n, 2 പ്രോപ്പർട്ടീസ്, ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ദെൻ ഇത് മെത്തേഡാണ്, ഇത് രണ്ടും മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ ബിഹേവിയർ ആണ്. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ബോക്സ് എന്നുള്ളൊരു ക്ലാസ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൻ്റെ പേര് ബോക്സ് എന്നാണ്, കീവേഡ് യൂസ് ചെയ്യുന്നത് ക്ലാസ് ആണ്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഇൻസ്റ്റൻസ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ബോക്സിനും എന്തുണ്ടായിരിക്കും, വിഡ്ത്ത് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഉണ്ടായിരിക്കും, ഡെപ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. അതേപോലെ ആ ഒരു ബോക്സിന് എന്തുണ്ട്, വോളിയം എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വോളിയം കാണാനുള്ള മെത്തേഡാണ് നിങ്ങൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ നോർമലി എഴുതേണ്ടത്. അപ്പോൾ ഇത് കളക്റ്റീവ്ലി നോൺ ആസ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലാസ്. അതായത് ഇൻസ്റ്റൻസ് വേരിയബിളും മെത്തേഡിൻ്റെയും കളക്റ്റീവ്ലി നോൺ ആസ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലാസ്. ഇനി നമുക്ക് ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ ഡിക്ലെയറിങ് ആൻ ഒബ്ജക്റ്റ്. സോ വെൻ വി ക്രിയേറ്റ് എ ക്ലാസ് വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ നിങ്ങൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, ക്യാർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നിങ്ങളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ആ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So we can use this type to declare objects of that type. Obtaining objects of a class is a 2-step process. അതിൽ 2 കാര്യമാണ് നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വി മസ്റ്റ് ഡിക്ലെയർ എ വേരിയബിൾ ഓഫ് ദി ക്ലാസ് ടൈപ്പ്. ഇപ്പോൾ ഇനി തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് ക്ലാസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയാണ്, ബോക്സ് ആദ്യം ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കും, ദെൻ ഒബ്ജക്റ്റ് നെയിം. സോ ഫോർ എക്സാമ്പിൾ ബോക്സ് B1. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേരിയബിൾ ഡിക്ലറേഷൻ മാത്രമേ ആയിട്ടുള്ളൂ, ഡിക്ലെയർ എ വേരിയബിൾ ഓഫ് ദി ക്ലാസ് ടൈപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലാണ് നിങ്ങൾ ആക്ച്വലി ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. സോ B1 ഈക്വൽ ടു ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ അല്ലെങ്കിൽ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക.
സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം, ദെൻ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ഓഫ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒബ്ജക്റ്റ് നെയിം എന്നുള്ളൊരു ഒബ്ജക്റ്റ് നെയിം ഡിക്ലെയർ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. സോ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ, ദെൻ അഗെയിൻ ഈ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ആക്ച്വൽ മെമ്മറി അലോക്കേഷൻ എല്ലാം നടക്കുന്നത്. ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത് അവിടെയാണ്. അതായത് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിളിനകത്ത് സ്കാനർ ക്ലാസ് യൂസ് ചെയ്തു. അവിടെ സ്കാനർ എന്നുള്ളത് ക്ലാസ് നെയിമാണ്, SC എന്നുള്ളത് ഒബ്ജക്റ്റ് നെയിമാണ്, ഈക്വൽ ടു ന്യൂ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്തു. അഗെയിൻ നിങ്ങൾ സ്കാനർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ക്ലാസ് നെയിം, ഈ ക്ലാസ് നെയിം താഴോട്ടാണ്, ക്ലാസ് നെയിം ദെൻ സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ഓഫ്. ഇവിടെ ആക്ച്വലി ക്ലാസ് നെയിം ഇവിടെയാണ് വരേണ്ടത്. ക്ലാസ് നെയിം ഇവിടെ എഴുതുക, ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്റ്റെപ്പ്, ഈ രണ്ട് ലൈനിലാക്കി എഴുതിയത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈനിലാക്കിയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലാസ്, ബോക്സ്, ദെൻ അതിൻ്റെ 3 പ്രോപ്പർട്ടീസ് വിഡ്ത്ത്, ഡെപ്ത്ത്, ഹൈറ്റ്. ദെൻ ഒബ്ജക്റ്റ് ക്രിയേഷൻ എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ക്രിയേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുക, ദെൻ ഒബ്ജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പേര് ബോക്സ് എന്നാണ്, മൈ ബോക്സ് എന്നാണ്. ഇനി ആക്ച്വലി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഡിക്ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് വേരിയബിൾ ഈക്വൽ ടു, അതായത് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിലാക്കിയിട്ട് ചെയ്ത കാര്യം ഞങ്ങൾക്ക് ഒറ്റ ലൈനിൽ ആക്കിയിട്ട് എഴുതാം. കാരണം എങ്ങനെയാണ്? ബോക്സ് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബോക്സ് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. ദെൻ അസൈനിങ് ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾസ് അടുത്ത ടോപ്പിക്കാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റും. ആക്ച്വലി അവിടെ കോപ്പിയിങ് അല്ല നടക്കുന്നത്, മെമ്മറി വേരിയബിൾ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബോക്സ് B1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു B1 എന്നുള്ള ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. B1 എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്? ആ ഒബ്ജക്റ്റിന് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഡെപ്ത്ത് ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് ആ ബോക്സ് എന്നുള്ള ക്ലാസ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബോക്സ് B1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്തു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. ദെൻ ബോക്സ് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ദാറ്റ്സ് ഈക്വൽ ടു B1. അതായത് B1 എന്നുള്ള ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് റെഫറിങ് ടു എ മെമ്മറി ലൊക്കേഷൻ അല്ലേ? ആ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾക്ക് ഇത്രയും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ബോക്സ് B2 ഈക്വൽ ടു B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ B2 എന്നുള്ള ഒരു വേരിയബിൾ, ഒബ്ജക്റ്റ് ടൈപ്പ് വേരിയബിൾ ആയിട്ടുള്ളത്, അത് എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്? B1 എന്നുള്ള ഒബ്ജക്റ്റിലോട്ടാണ് റെഫർ ചെയ്യുന്നത്. അതാണ് ഒബ്ജക്റ്റ് റെഫറൻസ്. ഓക്കെ. സോ B2 ഈക്വൽ ടു B1, ബോക്സ് B2 ഈക്വൽ ടു B1 എന്ന് പറഞ്ഞാൽ B1 എന്നുള്ള ഒബ്ജക്റ്റിനെ B2 എന്നുള്ള വേരിയബിളിലോട്ട് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ B1 എന്നുള്ള ഒബ്ജക്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ എഫക്റ്റ് ഇൻ B2. അതുപോലെ തന്നെ B2 എന്നുള്ള ആ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്മറി ലൊക്കേഷനിൽ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ എഫക്റ്റ് ഇൻ B1 ഓൾസോ. ഫോർ എക്സാമ്പിൾ B2 ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു എഴുതാം. B2 ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു 20. അപ്പോൾ ആ ഒരു 20 എന്നുള്ള വാല്യൂ B1 എന്നുള്ള ഒബ്ജക്റ്റിലും കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് പറഞ്ഞത്. ഓക്കെ. സോ ഹിയർ ബോക്സ് B1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്, ബോക്സ് B2 ഈക്വൽ ടു B1 എന്ന് പറഞ്ഞാൽ B1ഉം B2ഉം ഈ രണ്ട് വേരിയബിൾ എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ B1 ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ അവിടെ റിമൂവ് ആയി പോകും, കണക്ഷൻ കട്ടായി പോകും. കാരണം അതിനകത്തോട്ട് ഇപ്പോൾ നൾ എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല ഇങ്ങനെ ഒബ്ജക്റ്റ് റെഫറൻസിന്. ഇനി നമുക്കൊരു ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്, ഓർ ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുക. സോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആണ്. ഇനി ക്ലാസ് എന്നുള്ളത് ഒരു ലോജിക്കൽ എൻറ്റിറ്റി ആണ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എൻറ്റിറ്റി ആണ്. അതായത് ക്ലാസ് എന്നുള്ളത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഒബ്ജക്റ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറി, അതിനുള്ള ഓരോ ഒബ്ജക്റ്റിന് വേണ്ട മെമ്മറി എല്ലാം അലോക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതാണ് ഒബ്ജക്റ്റാണ് ഫിസിക്കൽ എൻറ്റിറ്റി. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് ഡിക്ലെയർഡ് യൂസിങ് ക്ലാസ് കീവേഡ്. ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ്
ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഹിയർ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദി ന്യൂ കീവേഡ് അല്ലെങ്കിൽ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ഡസ് നോട്ട് ഗെറ്റ് എനി മെമ്മറി വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒബ്ജക്റ്റ് ഗെറ്റ്സ് മെമ്മറി വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എ ക്ലാസ് ഈസ് ഡിക്ലെയർഡ് ഓൺലി വൺസ്. അതായത് ക്ലാസ് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ആ ക്ലാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒന്നെങ്കിൽ ക്ലാസ് എന്താണ് എന്നുള്ള ഡെഫിനേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നുള്ള ഡെഫിനേഷൻ ചോദിക്കും, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഇതുപോലെ സാധാരണ എക്സാമിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. ഇനി ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതുമ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം ഒരു റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ദെൻ ഫംഗ്ഷന് പേര് കൊടുക്കണം. ബ്രാക്കറ്റിൽ പാരാന്തസിസിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ വല്ലതും ഉണ്ടെങ്കിൽ അത് കോമ ഇട്ടിട്ട് എന്ത് ചെയ്യണം, എഴുതണം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ദെൻ ബോഡി ഓഫ് ദി മെത്തേഡ്. ഇതാണ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എഴുതാനുള്ള സിൻടാക്സ്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് മെയിനായിട്ട് രണ്ട് കാര്യമാണ് ഉണ്ടായിരിക്കുക. ഇൻസ്റ്റൻസ് വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഇനി ആ മെത്തേഡ് ഇൻവോക്ക് ചെയ്യൽ അല്ലെങ്കിൽ കോൾ ചെയ്യൽ നിങ്ങൾ ഒബ്ജക്റ്റ് നെയിം ആദ്യം പറയണം. ദെൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ദെൻ മെത്തേഡ് എന്താണോ മെത്തേഡ് നെയിം അത് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. അതായത് ക്ലാസിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. ക്രിയേറ്റ് എ ക്ലാസ് ബോക്സ് വിത്ത് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതായത് ബോക്സ് എന്നുള്ളൊരു ക്ലാസ് ഫോം ചെയ്യണം. അതിന് ആട്രിബ്യൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ട് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഈ 3 വേരിയബിളാണ് വേണ്ടത്. അതുപോലെ മെത്തേഡായിട്ട് വോളിയം എന്നുള്ള ഒരു മെത്തേഡും വേണം. ഓക്കെ. ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് myBox1 എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ എന്താണ് ബോക്സ് ഡെമോ എന്നുള്ള മെയിൻ ക്ലാസ്സും ഫോം ചെയ്യണം. ഈ ബോക്സ് ഡെമോ എന്നുള്ള മെയിൻ ക്ലാസ്സിനകത്ത് myBox1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ വോളിയം മെത്തേഡിനെ കോൾ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബോക്സ് എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഇങ്ങനെ ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് ഡിഫൈൻ ചെയ്യാനുള്ളത്. നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം ഫസ്റ്റ്. സോ ക്ലാസ് ബോക്സ്, ഇതിനകത്ത് ഇതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് തൽക്കാലം ഡബിൾ ടൈപ്പ് ആയിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇതിന് ഡബിൾ ടൈപ്പ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡബിൾ ലെങ്ത്ത്, അതുപോലെ ഡബിൾ വിഡ്ത്ത്, ഡബിൾ ഹൈറ്റ് ഈ 3 ആട്രിബ്യൂട്ടാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുക്കുക. വോളിയം ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇത് ജസ്റ്റ് വോളിയം എത്രയെന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println of the volume of the box is എന്നിട്ട് ആ വോളിയം പ്രിൻ്റ് ചെയ്യാം. സോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ എത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡെഫിനേഷനായി. ഇവിടെ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ബോക്സ് എന്നുള്ള ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 3 ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അതുപോലെ തന്നെ ഒരു മെത്തേഡ് ആ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പബ്ലിക് വോയിഡ് വോളിയം ഓഫ്. ഇതിനുള്ളിൽ നമ്മുടെ കറസ്പോണ്ടിങ് ബോക്സിൻ്റെ വോളിയം കാണാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ക്ലാസ് എഴുതാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞത് ബോക്സ് ഡെമോ എന്നുള്ള ക്ലാസ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്ലാസ് ബോക്സ് ഡെമോ. അപ്പോൾ ഇവിടെ ഫയൽ നെയിം സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോക്സ് ഡെമോ ഡോട്ട് ജാവ എന്നുള്ള പേരിൽ തന്നെ സേവ് ചെയ്യണം. കാരണം ഇതിനകത്താണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ആർഗ്യുമെൻ്റ് ആയിട്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് പറഞ്ഞു കൊടുക്കുക, സ്ട്രിങ് ആർഗ്സ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ബോക്സ്, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റിൻ്റെ പേര് myBox1 എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക, എഗെയിൻ ക്ലാസ് നെയിം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ myBox1 എന്ന പേരുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോക്സ് myBox2 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്.
ഇനി ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി, പക്ഷേ അതിനകത്ത് ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ myBox1 ഡോട്ട് അതിൻ്റെ ലെങ്ത്ത് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ലെങ്ത്ത് ഒരു 10 കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിന് വെഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. വെഡ്ത്ത് ഈക്വൽ ടു തൽക്കാലം 5 കൊടുക്കാം. ദെൻ ഹൈറ്റ് സെറ്റ് ചെയ്യണം. ഹൈറ്റ് ഈക്വൽ ടു തൽക്കാലം നമുക്ക് 3 കൊടുക്കാം. ഇപ്പോൾ 3 ആട്രിബ്യൂട്ട്സ് സെറ്റായി. ഇനി ആ ഒബ്ജക്റ്റിനെ കറസ്പോണ്ടിങ് വോളിയം മെത്തേഡ് കോൾ ചെയ്യാം. അത് വോളിയം കാണാനുള്ള ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. സോ അഗെയിൻ myBox1 ഡോട്ട് വോളിയം ഓഫ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഈ മെത്തേഡ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം. ദെൻ കറസ്പോണ്ടിങ് മെത്തേഡ് നെയിം. ഇതൊന്ന് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഫംഗ്ഷൻ ഈ ക്ലാസ്സിനുള്ളിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഈ ഫയൽ നെയിം ആയിരിക്കണം, അതായത് boxdemo.java എന്ന പേരിലുള്ള ഫയലായിരിക്കണം സേവ് ചെയ്യേണ്ടത്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. boxdemo.java. ഓക്കെ, അപ്പോൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും ആ ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഡോട്ട് ക്ലാസ് ഫയൽസ് ആണ് ക്രിയേറ്റ് ആവുക. ഇവിടെ നമ്മൾ 2 ക്ലാസ് ആണ് എഴുതിയിട്ടുള്ളത്. സോ 2 ഡോട്ട് ക്ലാസ് ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. CMD യൂസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യണം. javac boxdemo.java. ഓക്കെ, ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ലെങ്ത്തിന് സ്പെല്ലിംഗ് തെറ്റാണ്. സോ ഓക്കെ, സേവ് ചെയ്ത് അഗെയിൻ കമ്പൈൽ ചെയ്യാം. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്, എററൊന്നും വന്നിട്ടില്ല. അത് റൺ ചെയ്ത് നോക്കാം. java box demo. അപ്പോൾ ഇവിടെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും കറസ്പോണ്ടിങ് ക്ലാസ് ഫയൽസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്ത് നോക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ദ വോളിയം ഓഫ് ദ ബോക്സ് ഈസ് 150. ഇതേപോലെ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് എത്ര ബോക്സ് ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രണ്ടാമതൊരു ബോക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഗെയിൻ myBox2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ myBox2 എന്നുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്യാം. സെക്കൻഡ് ബോക്സിൻ്റെ വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ myBox2 ഡോട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിനും ഇതുപോലെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റ് എല്ലാം സെറ്റായി. ദെൻ അഗെയിൻ നമ്മുടെ ഈ ഒരു മെത്തേഡാണ് കോൾ ചെയ്തത്. അപ്പോൾ ഇവിടെ ക്ലാസ് ഒരു പ്രാവശ്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ക്ലാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഗെയിൻ ദ വോളിയം ഓഫ് ദ ബോക്സ് ഈസ് എന്നിട്ട് കറസ്പോണ്ടിങ് വോളിയം ആണ് കാണുക. ഈ കമ്പൈൽ ചെയ്യണം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതോടെ രണ്ടാമത്തെ ബോക്സിൻ്റെ വോളിയം ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു മെത്തേഡ് കോൾ ചെയ്യാന്നുള്ളതിന് എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.